നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലാണ് തുടങ്ങുന്നത്. മറ്റന്നാൾ ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. CAA-യും ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്ക് ഉൾപ്പെടെ 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJP നരേന്ദ്രമോദിയെ മുൻനിർത്തി കാടടച്ചുള്ള പ്രചാരണമാണ് നടത്തിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇന്ത്യ സഖ്യം നടത്തിയത്. രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനെത്തി. BJP തമിഴ്നാട് പ്രസിഡന്റ് K അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. മഹാരാഷ്ട്രയിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ്. നാഗ്പൂരാണ് മണ്ഡലം. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാടിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചാരണ രംഗത്ത് പ്രയോഗിക്കാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു. രാമനവമിയും രാമചിന്തയും രാജ്യത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിൽ പ്രചാരണ റാലികളിൽ പറഞ്ഞു. नॉर्थ ईस्ट मेरे लिए पॉलिटिक्स का नहीं, प्रेम और प्राथमिकता का विषय है. ये कांग्रेस और लेफ्ट की विकास विरोधी राजनीति का आईना भी है. UP-യിലെ സഹാറൻപൂരിലാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ മാത്രമേ BJPക്ക് 180 സീറ്റുകളിലധികം ലഭിക്കൂവെന്ന് പ്രിയങ്ക. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തൃണമൂൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. 400 രൂപ മിനിമം കൂലി ഉറപ്പാക്കി 100 ദിവസം രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുറപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച 102 ലോക്സഭാ മണ്ഡലങ്ങളും നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടന്ന യോഗത്തിൽ എല്ലായിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉചിതമാണെന്ന് വിലയിരുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി രാഹുൽ ഗാന്ധി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ആപ്കാ രാം രാജ്യ എന്ന പേരിൽ വെബ്സൈറ്റ് തുടങ്ങി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതാനിരിക്കെ ഗാസിയാബാദിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. अमेठी की बात कांग्रेस का डिसीजन है. जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. CEC मीटिंग हमारी पार्टी में CEC मीटिंग्स में ये डिसीजन लिए जाते हैं. ഇലക്ട്രോറൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ ചാമ്പ്യനാണെന്നും രാഹുൽ. ഭരണഘടന മാറ്റാൻ സ്വപ്നം കാണുന്ന BJPയെ 400 ഇടങ്ങളിൽ തോൽപ്പിച്ച് ജനം പാഠം പഠിപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. ഇലക്ട്രോറൽ ബോണ്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാമനവമി ദിനത്തിൽ പ്രചരണത്തിനായി ആപ്കാ രാംരാജ് എന്ന പേരിൽ ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചു. ഡൽഹി, പഞ്ചാബ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനാണ് വെബ്സൈറ്റ്. 24 ഡൽഹി. പൊതു തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 9 നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് നേതാക്കളുടെ വാക്പോര്. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും വാഗ്ദാനം നൽകി പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPIM-ന് RSS-മായി ധാരണയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. മാസപ്പടി കേസിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാസപ്പടിക്കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. ഇന്നത്തെ ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJPയാണ്. ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാസപ്പടിക്കേസിലും സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും ശക്തമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പണം നഷ്ടമായവർക്ക് തിരിച്ചു നൽകുമെന്നും
കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ഇന്ത്യ മുന്നണിക്കായി പ്രവർത്തിക്കുമെന്ന് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് V. ഏനാദിമംഗലം പത്രിക പിൻവലിച്ചില്ല. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ എതിർപ്പ് മറികടന്ന് എംപ്ലോയീസ് യൂണിയൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് MP. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പ്രഭാഷണം തടയണമെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. VCയുടേത് ധാർഷ്ട്യവും ദാസ്യവേലയുമാണെന്ന് MP വിമർശിച്ചു. പരിപാടിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സർവകലാശാലയോട് കമ്മീഷൻ വിശദീകരണം തേടി. ജനാധിപത്യവും വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPയെ കേരള സർവകലാശാലയിലെ ഇടത് അനുകൂല സംഘടന പ്രഭാഷണ പരമ്പരയ്ക്ക് ക്ഷണിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പരിപാടി അനുവദിക്കരുതെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ജോൺ ബ്രിട്ടാസ ഉച്ചയ്ക്ക് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ പരിപാടിക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ സർവകലാശാലയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടിയല്ല നടന്നതെന്നാണ് എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. 24 തിരുവനന്തപുരം. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ചർച്ചയാക്കി LDF. വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എല്ലാവരും സംയമനം പാലിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സൈബർ അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. KK ശൈലജയ്ക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. വ്യക്തിഹത്യ നടത്തുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് പറഞ്ഞ KK രമ സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനോ നേതാക്കൾക്കോ പങ്കില്ലെന്ന് പ്രതികരിച്ചു. പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPIM നടത്തുന്ന ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതായും KK രമ MLA. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയമായുള്ള മത്സരമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്ന് ഉമാ തോമസ് MLAയും പറഞ്ഞു. സൈബർ അതിക്രമമെന്ന KK ശൈലജയുടെ ആരോപണം നുണ ബോംബെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് KK ശൈലജയുടെ മറുപടി ഇങ്ങനെ: മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ തികച്ചും ആസൂത്രിതമായിട്ട് ഒരിടത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുക, നുണ. അതാണ് നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുക. സൈബർ ആക്രമണം വടകരയിൽ പ്രധാന ചർച്ചാ വിഷയമായതോടെ എല്ലാവരും സംയമനം പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24 കോഴിക്കോട്. വിവാദ സിനിമ ദ കേരള സ്റ്റോറി സീറോ മലബാർ സഭയുടെ രൂപതകളിൽ പ്രദർശിപ്പിച്ചതിൽ വിമർശനവുമായി ലത്തീൻ കത്തോലിക്ക സഭ. മുഖപത്രം ജീവനാഥം. കുട്ടികൾക്ക് മുന്നിൽ ദ കേരള സ്റ്റോറി പോലുള്ള സിനിമ പ്രദർശിപ്പിച്ചത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതാണെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. ക്രൈസ്തവ പാരമ്പര്യം അറിയാത്തവർ സഭയുടെ തലപ്പത്ത് വരുമ്പോൾ ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ അനുകൂലിച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തി. കേരള സ്റ്റോറിക്ക് ബദലായി മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു.
ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്ത് ED. ആലുവയിൽ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ശശിധരൻ കർത്തയുടെ ആലുവ തോട്ടയ്ക്കാട്ടുകരയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നീണ്ടു. വീട്ടിൽ നിന്ന് ചില രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ശശിധരൻ കർത്ത EDയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം വീട്ടിൽ നേരിട്ടെത്തിയത്. മാസപ്പടിയിലെ ED നടപടികൾക്കെതിരെ ശശിധരൻ കർത്തയും CMRL ഉദ്യോഗസ്ഥരും കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് EDയുടെ തുടർ നീക്കങ്ങൾ. മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ED ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമുള്ളത് അതല്ല. കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. എക്സാലോജിക്കുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്നുമാണ് CMRLന്റെ മറുപടി. 24 കൊച്ചി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രമെഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയനാട് സുഗന്ധഗിരി മരം മുറിക്കൽ കേസിൽ നടപടിയായിരിക്കുന്നു. വകുപ്പ് തല നടപടിയാണ് ഉണ്ടായത്. റേഞ്ച് ഓഫീസർ K നീതുവിനെ സസ്പെൻഡ് ചെയ്തു. വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വയനാട്ടിലെ സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന വനം വിജിലൻസ് മേധാവി ഡോക്ടർ ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കർശന നടപടി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ റേഞ്ച് ഓഫീസർ K നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആകെ 18 പേർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. മരം മുറിക്ക് ഒത്താശ ചെയ്തതിനൊപ്പം മരമുറിക്കാരിൽ നിന്നും പണം കൈപ്പറ്റി ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചു എന്നിവയാണ് മറ്റു കണ്ടെത്തലുകൾ. ജീവൻ അപകടമാകുന്ന 20 മരം മുറിക്കാൻ അനുമതി നൽകുകയും അതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചു കടത്തിയെന്നുമാണ് കേസ്.
DFO A ഷജ്ന, ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും ഉടൻ നടപടിയുണ്ടായേക്കും. 24 കോഴിക്കോട്. തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരം മുറിക്കൽ. 250-ലധികം ചെറുമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചത് എന്ന് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം T. സെൽവരാജ് 24നോട് പറഞ്ഞു. വിഷയത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മേഖലയിലാണ് അനധികൃത മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ T. സെൽവരാജാണ് മരം മുറിച്ചു കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ന് 2ാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചത്. സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. പിന്നാലെ വാർഡനായ T. സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. സംരക്ഷണ മരമാണ് മൊത്തം ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്വാഡിലെ RO വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണിത്തുടങ്ങി. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250ഓളം ചെറുമരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് സ്ഥിരീകരിച്ചു. ഉൾവനത്തിലുൾപ്പെടെ പരിശോധന തുടരുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കാനും വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇനി UAE-ലെ മഴക്കെടുതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്. മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് ഒഴിയാതെ UAE. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. രാജ്യത്ത് വെള്ളക്കെട്ട് നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനായി തുടരും. 75 വർഷത്തിനിടെയുണ്ടായ റെക്കോർഡ് മഴയിൽ UAE-ൽ ജനജീവിതം താറുമാറായി. രാജ്യത്തിന്റെ വടക്കൻ എമിറേറ്റുകളിൽ നേരിയ മഴ ഉണ്ടായതൊഴിച്ചാൽ രാജ്യത്തുടനീളം ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. മഴയിൽ ദുബായ് എയർപോർട്ട് റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. രാത്രിയോടെ സർവീസുകൾ തുടങ്ങാനാകുമെന്നാണ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. ദുബായിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്ന് 5 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കും ദുബായിലേക്കുമുള്ള 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. രാജ്യത്ത് സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനായി തുടരും. ഷാർജയിൽ സർക്കാർ ജീവനക്കാർക്ക് നാളെയും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ ദുബായ് മെട്രോ സർവീസുകളും ഇന്ന് തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് ഒരു മരണമാണ് UAE-ൽ റിപ്പോർട്ട് ചെയ്തത്. റാസൽ ഖൈമയിൽ മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി 40 വയസ്സുകാരനായ UAE സ്വദേശിയാണ് മരിച്ചത്. അതിനിടെ മഴയിൽ റോഡിലെ വെള്ളത്തിലകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. തൃശൂർ പൂര ലഹരിയിലാണ്. മറ്റന്നാളാണ് തൃശൂർ പൂരം. അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ട് നടക്കും. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. ആനകളുടെ പരിശോധനയ്ക്ക് വനംവകുപ്പ് സംഘത്തെ നിയമിക്കാനുള്ള തീരുമാനമാണ് ഉപേക്ഷിച്ചത്. പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം നടക്കും. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, സാമ്പിൾ വെടിക്കെട്ട് എപ്പോൾ തുടങ്ങും? ഇപ്പോൾ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? അനുജ, എന്തായാലും അല്പസമയത്തിനകം ഈ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. എനിക്ക് പിന്നിൽ ഇപ്പോൾ കാണുന്നത് ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള അവസാന വട്ട തയ്യാറെടുപ്പുകളാണ്. അവിടെ അതിനുവേണ്ട വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്നതെല്ലാം ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധി ജീവനക്കാരും അതുപോലെ തന്നെ ഈ ദേവസ്വം ഭാരവാഹികൾ അടക്കം അവിടെയുണ്ട്. ഇതിപ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള സാമഗ്രികളിൽ ഈ തിരിവെക്കുന്ന ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് അത് തിരിവെക്കുന്നതാണ്. 7 മണിയോടുകൂടി വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 7 മണി തുടങ്ങി 9 മണി വരെയാണ് ഈ സമയം അനുവദിച്ചത്.
അനുവദിച്ചിട്ടുള്ളത്. ഒരു 7 മണിയോടുകൂടി തന്നെ വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാറമേക്കാവിന്റെ ആയിരിക്കും ആദ്യ വെടിക്കെട്ട് നടക്കുക. തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കും. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം തിരുവമ്പാടിയുടെ ദേവസ്വം കെട്ടിടത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് തുടങ്ങി അങ്ങനെ തൃശ്ശൂരിന്റെ ഈ റൗണ്ടിന്, സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ വെടിക്കെട്ട് കാണാനായി 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി എല്ലാം തന്നെ വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയതാണ്. എന്തായാലും അവസാനവട്ട സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ADM അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തി അന്തിമമായ ഒരു സുരക്ഷാ പരിശോധനയിലേക്ക് കടക്കും. പോലീസും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ വെടിക്കെട്ടിന്റെ സാമഗ്രികൾ ഉറപ്പിച്ചതിന്റെ ഈ ക്രമീകരണങ്ങൾ അടക്കം പരിശോധിക്കും. അതിനുശേഷം നൽകുന്ന അനുമതിയോടുകൂടിയാണ് ഈ വെടിക്കെട്ട് ആരംഭിക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ആരംഭിക്കുന്നതായിരിക്കും. അനുജ, തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തുടങ്ങും. കൃത്യം 7 മണിക്ക് തന്നെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുമെന്ന വിവരമാണ് സൂരജ് സജി നൽകുന്നത്. ഇനി സുരക്ഷാ പരിശോധന നടക്കാനുണ്ട്. അതിനായുള്ള സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ട്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.